വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുന്നി യുവജന സംഘം സംസ്ഥാന സഹകാര്യദർശി, ആദർശ കേരളത്തിന്റെ ആവേശമായ പ്രഭാഷക പ്രതിഭ ജനാബ് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ഈ മഹാസംഗമത്തിന്റെ സമാപന പ്രഭാഷണം നിർവഹിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. ആദരണീയരും ബഹുമാന്യരുമായ ഈ മഹൽവേദിയിലെ പണ്ഡിത മഹത്തുക്കൾ, ദാർഹുദ സ്ഥാപനത്തിലെ ബഹുമാന്യരായ ഗുരുവര്യന്മാർ, നമ്മുടെ ഈ ചടങ്ങിലെ മുഖ്യാതിഥികൾ, ദാർഹുദ ക്യാമ്പസിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകർ, നേതാക്കൾ, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികൾ, ഈ സമ്മേളനത്തിന്റെ സമാപനത്തോടടുക്കുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലരും ആവേശത്തോടുകൂടി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്റെ ധർമ്മം ലളിതമായി നിർവഹിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ മഹിതമായ മാതൃക നമ്മുടെ രാജ്യത്തിന്റെ മറ്റുതര മേഖലകളിലേക്ക് മാതൃകാപരമായി ഓഫ് ക്യാമ്പസുകളിലൂടെയും അതുപോലെ തന്നെ ദഅ്വാ പ്രവർത്തനത്തിലൂടെയും വ്യാപിപ്പിച്ചുകൊണ്ടും പരിചയപ്പെടുത്തിക്കൊണ്ടും വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്രയും മനോഹരമായ ഒരു സമ്മേളനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഈ ഒഴിഞ്ഞ കസേരയിലേക്ക് ഇരിക്കുക. നമ്മുടെ ബഹുദിനസ് ആവശ്യപ്പെടുന്നത് ഇങ്ങോട്ട് നേരിട്ട് കയറിയിരിക്കാം, മന്ത്രിയൊക്കെ വരുന്ന മജ്ലിസല്ലേ. അതുകൊണ്ട് എല്ലാവരും ഈ കസേരകളിലേക്ക് ഇത് കയറിയിരുന്നുകൊണ്ട് സദസ്സ് ഭംഗിയാക്കാം എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉണർത്തുന്നത്. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി എടുത്തു പറയാവുന്ന ഏറ്റവും വലിയ നേട്ടം, കേരളീയ സാഹചര്യത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് ദിശാബോധം കൊടുക്കുവാൻ കെൽപ്പുള്ള ഒരു സ്ഥാപനമായി ദാറുൽ ഹുദ വളർന്നു വരുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും സ്ഥാപനത്തെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുമാറാവട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മുടെ രാജ്യം പോലും കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സന്ദർഭമാണിത്. ഈ സ്ഥാപനം ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നതിന്റെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ അർപ്പണബോധത്തിന്റെയും അതുപോലെ തന്നെ സംഘബലത്തിന്റെയും മനോഹരമായ ഒരു ഉദാഹരണമായി നമുക്ക് ദാറുൽ ഹുദയെ കാണാൻ കഴിയും. ഈ വിശാലമായ പ്രദേശത്ത് ഇത്ര മനോഹരമായ ഒരു സ്ഥാപനം വരുമെന്ന് വിചാരിക്കാത്ത ആളുകളും അങ്ങനെ സ്ഥാപനം തുടങ്ങുന്ന സന്ദർഭത്തിൽ അങ്ങനെയൊന്നും അവിടെ നടക്കില്ല എന്നൊക്കെ പ്രചരിപ്പിച്ച ആളുകളും ഉണ്ടായിരുന്നു എന്ന് പൂർവ്വകാല നേതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മാണിപ്പാടത്ത് ആദ്യമായി ഒരു 2.5 ഏക്കർ സ്ഥലമെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിയും അതുപോലെ തന്നെ കുഞ്ഞാപ്പു ഹാജിയും സൈദലവി ഹാജിയും ഈ സ്ഥാപനത്തിന് വേണ്ടി ആദ്യമായി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തി വരുമ്പോൾ ബഹുമാനപ്പെട്ട പണ്ഡിത നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇത്ര വലിയൊരു സ്ഥാപനമായി വളർന്നു വരുന്നതിന് മുമ്പ് ചെറിയ ഒരു ആശാരി സെറ്റിൽ അവരെല്ലാവരും ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് ഇത്തരമൊരു വലിയ സ്ഥാപനത്തെ സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അവർ കരുക്കൾ നീക്കി ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ന് കാണുന്ന 10-12 ഏക്കർ വിശാലമായി കിടക്കുന്ന വലിയൊരു സ്ഥാപനത്തിന്റെ സമുച്ചയം ഉയർത്തിക്കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അർപ്പണ മനോഭാവത്തോടുകൂടി ഈ സ്ഥാപനത്തിന് വേണ്ടി തന്റെ സമയം മുഴുവൻ വിനിയോഗിക്കുകയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹത്തുക്കളോടൊപ്പം ബഹുമാന്യരായ CH ഐതുറോസ് മുസ്ലിയാർ, അപ്രകാരം തന്നെ മഹാനായ MM ബഷീർ മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിത പ്രതിഭകൾ അവരുടെ ചിന്തയും പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയും ഒത്തുകൂടിയപ്പോ അതിമനോഹരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പിറവി ഇവിടെ ഉണ്ടാവുകയായിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ പിൻബലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്ഘടകമായ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ജീവസ്സുറ്റ വിഭാഗമെന്ന് പറയാവുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനമാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ നമ്മുടെ രാജ്യത്ത് മഹല്ലുകളെ ക്രോഡീകരിച്ചുകൊണ്ട്, മഹല്ലുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ ഉമറാക്കളുടെയും ഒരു കൂട്ടായ്മയിലൂടെ വലിയ വിപ്ലവമാണ് ഇന്ന് നമ്മുടെ കേരളക്കരയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുന്നി മഹല്ല് ഫെഡറേഷൻ ആദ്യമായി രൂപപ്പെട്ടത് ഞാൻ വായിച്ചിട്ടുണ്ട്. 977 കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ ചമ്മാട് ഭാഗത്തെ 6-7 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരും ഉമറാക്കളും, പ്രത്യേകിച്ച് വാപ്പുട്ടി ഹാജിയെ പോലുള്ള ഉമറാക്കൾ, അതുപോലെ തന്നെ CH ഐദ്രോസ് മുസ്ലിയാരെ പോലുള്ള MM ബഷീർ മുസ്ലിയാരെ പോലുള്ള പണ്ഡിത പ്രതിഭകൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ 7 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യം മഹല്ലുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സംഘം രൂപീകരിക്കുകയും പിന്നീട് മഹാനായ ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെ മഹനീയമായ ഉപദേശപ്രകാരം ആ സംഘം ജില്ലാതലത്തിലേക്ക് 977 ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുകയും 1987 കുറ്റിപ്പുറത്ത് വെച്ച് സമ്മേളനം നടക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ നായകത്വത്തിൽ അതിനെ സംസ്ഥാന വ്യാപകമാക്കുകയും ചെയ്തു എന്ന് സുന്നി മഹല്ല് ഫെഡറേഷന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആ സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനമാണ് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉലമാക്കളെയും ഉമറാക്കളെയും ഒന്നിപ്പിച്ചുകൊണ്ടും നമ്മുടെ മഹാന്മാരായ ഉലമാക്കളും ഉമറാക്കളും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു മഹത്തായ സ്ഥാപനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിച്ചത്. അന്ന് ഈ പ്രദേശത്ത് ഞാൻ ഓർക്കുന്നു, ഇതേക്കുറിച്ച് ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യമായി ഇതിന് തറക്കല്ലിട്ടുകൊണ്ട് 1983 ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അഭിവന്ദനായ കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളായ ആളുകളുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇവിടെ തറക്കല്ലിട്ടുകൊണ്ട് ഈ വിജനമായ വനപ്രദേശത്ത് ധാരാളം മണ്ണുകൊണ്ട് ഫില്ല് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായ സന്ദർഭത്തിൽ അത് നടക്കുമോ, സമുദായത്തിന്റെ പണം കൊണ്ടുപോയി അത്തരമൊരു വയലിൽ നിക്ഷേപിക്കുന്നു എന്ന് പോലും പ്രചരിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷേ അർപ്പണബോധമുള്ള മഹത്തുക്കൾ, നിശ്ചയദാർഢ്യമുള്ള മഹത്തുക്കൾ, ദീനീ ദഅവാ പ്രവർത്തനം തങ്ങളുടെ ധർമ്മമാണെന്ന് വിശ്വസിച്ച ആളുകൾ വളരെ മനോഹരമായി ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ സഹായം നൽകുകയും, എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിരവധി എതിർപ്പുകളെ ത്രോഗണിച്ചുകൊണ്ട് ആ എതിർപ്പുകളെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അവർ സുന്ദരമായി ഈ മഹൽ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. 985 നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രദേശത്ത് പ്രത്യേകിച്ചുണ്ടായ അതിവർഷത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പില്ലറുകൾ പോലും വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് അതിന്റെ അഗ്രഭാഗം മാത്രം കാണപ്പെടുന്ന അവസ്ഥ വന്നപ്പോ അതുപോലും ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ദാറുഹുദ ഒലിച്ചുപോയി എന്ന് പ്രചരിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഈ സ്ഥാപനത്തെ ഉയർത്തി ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് ദിശാബോധം കൊടുക്കുന്ന ഒരു മഹൽ സ്ഥാപനമായി, ഇന്ത്യയിൽ തന്നെ മാതൃകായോഗ്യമായ ഒരു സ്ഥാപനമായി ഇതിനെ മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയത് സ്ഥാപിത കാലഘട്ടത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച മഹത്തുക്കളുടെ ഇഖ്ലാസ് കൊണ്ടാണ്. ഉസ്സിസ അല തഖ്വ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ എന്തൊരു കാര്യം ആരംഭിച്ചാലും ശരി, ആ പ്രവർത്തനം പൂർണ്ണ വിജയത്തിലെത്തുമെന്നതിന്റെ മഹനീയ മാതൃകയാണത്. മാത്രമല്ല, ഏതൊരു പ്രവർത്തനത്തിന്റെയും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ സൂക്ഷ്മാലുക്കളും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമായി കഴിഞ്ഞാൽ നിസ്സംശയം അവർക്ക് വിജയത്തിലേക്ക് നടന്നെടുക്കാൻ പ്രയാസമുണ്ടാകില്ല. യാതൊരു സ്ഥിര വരുമാനവുമില്ലാതെ, സാമ്പത്തിക സ്രോതസ്സുകളൊന്നും കാണാതെ, സാധാരണക്കാരന്റെ മടിശീലിലെ പണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖജനാവിൽ നിന്ന് പടച്ചറബ് നമുക്ക് തരുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി നമ്മുടെ മഹോന്നതരായ പണ്ഡിത നേതാക്കൾ ഇതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. MM ബഷീർ മുസ്ലിയാരുടെ ബുദ്ധിശക്തി, CH ഐദ്രോസ് മുസ്ലിയാരുടെ പ്രവർത്തനക്ഷമത, ബാപ്പുട്ടി ഹാജിയുടെ ആത്മാർത്ഥത, അതൊക്കെ കൂടി ചേർന്നപ്പോൾ അവർക്ക് ചുറ്റും നിൽക്കുവാൻ ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഒരുപാട് ഉമറാക്കളുമുണ്ടായി. ആ മഹത്തുക്കൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച മഹനീയ മാതൃക ഇന്നും വളർന്നു വരുന്ന പ്രവർത്തകർക്ക്, ഇത്തരം സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് വളരെ മകുടമായ ഉദാഹരണമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാപ്പുട്ടി ഹാജിയെക്കുറിച്ച് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ തന്റെ ജീവിതകാലത്ത് ചമ്മാട് മഹല്ലത്തിൽ വരുത്തിയ പരിവർത്തന പ്രവർത്തനങ്ങൾ, അവിടെ മദ്രസക്കും അതുപോലെ തന്നെ മഹലിനും വേണ്ടി ബഹുമാനപ്പെട്ടവർ ചെയ്ത നീണ്ട സേവന പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടും അദ്ദേഹം പലപ്പോഴും അവിടുത്തെ സദർ മുഅല്ലിമുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ആ സദർ മുഅല്ലിം തന്നെ മഹാനവറുകളുടെ സ്മരണയിൽ കുറിച്ചു വെച്ച കാര്യം, അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം രേഖപ്പെടുത്തി വെച്ച വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹാജി കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ചമ്മാട്ട് ആ സ്ഥാപനത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന ബഹുമാനപ്പെട്ട സദർ മുഅല്ലിം, അദ്ദേഹം ബാപ്പുട്ടി ഹാജി അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞ വാചകം, ബഹുമാനപ്പെട്ടവർ രാത്രികാലങ്ങളിൽ ഇരുന്നു കൊണ്ട് മദ്രസയുടെ റൂമിൽ വെച്ചുകൊണ്ട് ധാരാളമായി നമ്മുടെ മഹല്ലിന്റെയും അതുപോലെ തന്നെ മദ്രസയുടെയും മറ്റു ദീനീ സംരംഭങ്ങളുടെയും പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യും. ഇടയ്ക്ക് വെച്ച് ചർച്ച വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകുന്നുവെന്ന് കണ്ടാൽ, വൈയക്തികമായ കാര്യങ്ങളിലേക്കോ കുടുംബ വിഷയങ്ങളിലേക്കോ അവർ നടത്തുന്ന ചർച്ച വ്യതിചലിച്ചു എന്ന് കണ്ടാൽ
ആ നിമിഷം അദ്ദേഹം ലൈറ്റ് അണക്കുമായിരുന്നു. മദ്രസയുടെ കരണ്ട് കത്തിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യങ്ങൾ അഥവാ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഉടനെ തന്നെ അദ്ദേഹം തന്റെ കയ്യിൽ കരുതി വെച്ചിരുന്ന ഒരു മെഴുകുതിരിയിട്ട് കൊളുത്തിക്കൊണ്ട് ആ മെഴുകുതിരിയുടെ വെട്ടത്തിൽ അദ്ദേഹം സംസാരം തുടരുമായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹത്തുക്കളായ അള്ളാഹുവിനെ ഭയപ്പെട്ട ഭരണാധികാരികൾ, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നവർ കാഴ്ചവെച്ച മഹനീയ മാതൃക, ആ മാതൃകയല്ലേ നമ്മൾ ബഹുമാനപ്പെട്ടവരിൽ ഈ കാണുന്നത്? അതും ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, പണ്ഡിതനല്ലാത്ത പണ്ഡിതന്മാരോട് ഒത്തുചേർന്ന് ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭൗതിക കാര്യം ചർച്ച ചെയ്യുമ്പോൾ, കൗടുംബിക കാര്യം ചർച്ച ചെയ്യുമ്പോൾ, വൈയക്തിക കാര്യം ചർച്ച ചെയ്യുമ്പോൾ മദ്രസയുടെ കരണ്ട് ഉപയോഗിക്കേണ്ടതില്ല എന്ന് കരുതി സ്വന്തം കീശയിൽ കരുതി വെച്ച മെഴുകുതിരി എടുത്ത് കത്തിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നു. നമ്മളൊക്കെ ചരിത്രത്തിൽ വായിച്ച കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹത്തുക്കൾ കാണിച്ച സൂക്ഷ്മത നമ്മുടെ അടുത്ത കാലത്ത് നമ്മളത് സമൂഹത്തോട് പറയുന്നുവെങ്കിലും അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. എന്നാൽ ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലുള്ള മഹാപണ്ഡിതന്മാർ കാണിച്ച സൂക്ഷ്മത ജീവിതത്തിൽ അഖിലം പകർത്തിക്കൊണ്ട് നിത്യജീവിതത്തിൽ അത് കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന മഹാൻ, ലളിതമായി ജീവിച്ചൊരു മഹാൻ. ഞാൻ അദ്ദേഹത്തിന്റെ സ്മരണികൾ വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ തന്നെ ഈ സ്ഥാപനത്തിലെ ഒരു സംഭവം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ചിട്ട് ഞാൻ വായിക്കാനിടയായി. ഈ സ്ഥാപനത്തിൽ ഇന്റർവെല്ല് കഴിഞ്ഞ് ബെല്ലടിച്ചപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പോകുന്നതിന് വേണ്ടി തന്റെ ഗ്രന്ഥം തിരയുന്നു ഓഫീസിൽ. അദ്ദേഹം അത് എവിടെ വെച്ചു എന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അത് തിരയുന്ന അധ്യാപകനോട് അന്ന് ബാപ്പുട്ടി ഹാജി വിളിച്ചുകൊണ്ട് വളരെ സ്നേഹമസന്നമായ പെരുമാറ്റത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞുവത്രേ, ആ സാധനം എവിടെ വെച്ചു എന്ന് ഓർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ്, അത് നമുക്ക് സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിന് മനോഹരമായ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എവിടെയാണ് പുസ്തകം വെച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു വളരെ വിനയമായി. 18 വർഷമായി തന്റെ കുപ്പായത്തിൽ അദ്ദേഹം കുത്തി സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മുട്ടുസൂചി, ആ മുട്ടുസൂചി അദ്ദേഹം എടുത്തു കാണിച്ചു കൊടുത്തു. ഇത് 18 കൊല്ലമായി ഞാൻ എന്റെ കുപ്പായത്തിൽ കുത്തിക്കൊണ്ട് നടക്കുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ ബെഡ്റൂമിൽ ജനലിൽ വെക്കും. അതെവിടെയാണെന്ന് എനിക്ക് അന്വേഷിക്കാത്ത വിധം പിറ്റേ ദിവസം എനിക്കത് എടുക്കാൻ കഴിയും. അങ്ങനെ ഞാൻ 18 കൊല്ലമായി ഇത് കൊണ്ട് നടക്കുന്നു. ഒരു കൊച്ചു മുട്ടുസൂചി. ഓർക്കണം നിങ്ങൾ, 18 കൊല്ലമായി തന്റെ കുപ്പായത്തിൽ ഒരു മുട്ടുസൂചി കുത്തിപ്പിടിച്ചു കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അത് തിരിച്ചെടുത്തുകൊണ്ട് അത് തിരിച്ചു വെച്ചുകൊണ്ട് നിത്യോപയോഗ സാധനം പോലെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലും നഷ്ടപ്പെടാതെ കൃത്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞൊരു മനുഷ്യന്റെ ജീവിത സൂക്ഷ്മത നോക്ക് നിങ്ങൾ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, 1962 ഞാൻ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ വാങ്ങിയ വാച്ചാണ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉള്ളത്. അത് പറയുമ്പോൾ ആ വാച്ചിന് ഏകദേശം 27 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. 27 കൊല്ലത്തെ പഴക്കമുള്ള വാച്ച് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഉസ്താദിന് അഥവാ പണ്ഡിതന് മാതൃക കാണിച്ചു കൊടുക്കുന്ന, പണ്ഡിതന്മാർക്ക് പോലും മാതൃക കാണിച്ചു കൊടുക്കാൻ യോഗ്യമായ ഒരു ജീവിതം മനോഹരമായി നിർവഹിക്കാൻ കഴിഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്നെത്തി നോക്ക്. അത്ര ഇഖ്ലാസോടുകൂടി, അത്ര ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് വിജയത്തിന്റെ പാത വെട്ടിത്തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. അതല്ലേ ഈ വയൽ മേഖലയിൽ വെറും ചെളിവെള്ളമായിരുന്ന ഈ പ്രദേശത്ത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പ്രമുഖരായ ആളുകളൊക്കെ കടന്നുവരുന്ന 3 സംസ്ഥാനങ്ങളിൽ ഓഫ് ക്യാമ്പസുകൾ സൃഷ്ടിക്കാൻ സാധ്യമായ വലിയ മനോഹരമായ വിപ്ലവത്തിന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ സംവിധാനമുണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചുവെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ. മാത്രമല്ല നിങ്ങൾ നോക്ക്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒന്ന് ബഹുമാനപ്പെട്ട CH ഹൈദരോസ് മുസ്ലിയാരാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനക്ഷമത. ഒരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ കൈവശം കിട്ടിയാൽ ആ സമയത്തിനിടയ്ക്ക് അദ്ദേഹം എന്തെങ്കിലും ഒരു സതുപദേശം കൊടുക്കും. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉപദേശിക്കും. അദ്ദേഹത്തിന്റെ ദീനിയായ കാര്യത്തെക്കുറിച്ചും കുടുംബകാര്യത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന ബഹുമാന്യനായ പ്രൊഫസർ ഇ മുഹമ്മദ് സാർ, അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് CH ഹൈദരോസ് മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഈ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്ത് അതിനുവേണ്ടി ഒരു പ്രയാണം നടത്തിക്കൊണ്ടിരിക്കെ മഹാനവറുകളും പരലോകത്തേക്ക് പോയി. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം ബഹുമാനപ്പെട്ട CH ഹൈദരോസ് മുസ്ലിയാരെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയത് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും. അവർ തന്നെ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിന് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും അതേക്കുറിച്ച് പറയുന്നത് EM സാറ് തന്നെ തന്റെ ജീവിതകാലത്ത് അതേക്കുറിച്ച് ഒരിക്കൽ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ട CH ഹൈദരോസ് മുസ്ലിയാർ മംഗലാപുരത്തപ്പുറത്തൊരു പ്രോഗ്രാമിന് പോയിട്ട് ആ പ്രോഗ്രാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു രംഗം, അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റും അതുപോലെ തന്നെ സൗകര്യങ്ങളുമായി മംഗലാപുരം സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ വന്ന സംഘാടകർ അദ്ദേഹത്തെ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി പരിപാടി കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തെ അവർ കൊണ്ടുവിടുന്നതിന് വേണ്ടി വാഹനം സജ്ജീകരിക്കാൻ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു, ഇനി നിങ്ങൾ വാഹനമൊന്നും ഒരുക്കണ്ട, എങ്ങനെയെങ്കിലും മംഗലാപുരത്തെത്തിയാൽ ട്രെയിനിൽ കയറി എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാമല്ലോ.
ആ മഹാനുഭാവന്റെ വിനയം, അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, ദഅവത്തിന് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രം, അത് കേട്ടപ്പോൾ അവർ സന്തോഷത്തോടുകൂടി ഏതെങ്കിലും ഒരു വാഹനം പിടിച്ച് അദ്ദേഹത്തെ പറഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു ലോറിയാണ്. ആ ലോറിക്ക് കൈ കാണിച്ചു. വഴിയെ പോകുന്ന ഒരു വാഹനത്തിന് കൈ കാണിച്ച് രാത്രി 12 മണിക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ അതിൽ കയറ്റുന്നു. മഹാനവറുകൾ അതിൽ കയറി കോഴിക്കോട്ട് അദ്ദേഹം മംഗലാപുരത്തേക്ക് വരുന്നു. മംഗലാപുരത്തേക്ക് വരുന്ന ആ രംഗം ബഹുമാനപ്പെട്ട EM സാർ വളരെ മനോഹരമായി തന്റെ പുസ്തകത്തിൽ വളരെ വിശദമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അത് പറഞ്ഞ കാര്യം എനിക്ക് അന്നോ പറഞ്ഞ ഓർമ്മയുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ വണ്ടിയിൽ കയറി ആ ഡ്രൈവറെ CH ഹൈദ്രോസ് ഉസ്താദിനെ പരിചയപ്പെടുന്നു. സ്വാഭാവികമായും ഹൈദ്രോസ് ഉസ്താദിന്റെ സ്വഭാവം ആരെ കണ്ടാലും പരിചയപ്പെടും. അവരുടെ കുടുംബകാര്യങ്ങൾ ചോദിക്കും, വൈയക്തികമായ കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ട് അവരെ മനസ്സിലേക്ക് ഒരു പാലം പണിയും. അത് അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ്. ആ രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരാളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ നാടുമൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ RSSന്റെ സ്വന്തം പ്രദേശത്തെ കാര്യവാഹനായ ആൾ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകൻ. ആ പ്രവർത്തകൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു വാഹനത്തിലാണ് അർദ്ധരാത്രി ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് ഉസ്താദ് കയറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഭയമുണ്ടാകാൻ മറ്റെവിടെയും പോകേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അന്യനാട്ടിൽ അർദ്ധരാത്രി പരിചയമില്ലാത്ത ഒരാൾ, അയാൾ തന്നെ RSSന്റെ പ്രവർത്തകൻ. പക്ഷേ അതൊന്നും മഹാനായ CH ഹൈദ്രോസ് ഉസ്താദിനെ ബാധിക്കുന്നില്ല. അദ്ദേഹം ഈ വ്യക്തിയോട് വൈയക്തിക കാര്യങ്ങൾ ചോദിക്കുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട്, കൈപിടിച്ചുകൊണ്ട്, നമ്മോടൊരു അടുപ്പം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്വഭാവം. ആ സ്വഭാവം ഈ ഡ്രൈവറോടും കാണിച്ചു. അങ്ങനെ ആ ഡ്രൈവറോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് മംഗലാപുരത്ത് അവരെത്തുമ്പോൾ, ആ മംഗലാപുരത്ത് അദ്ദേഹം ഇറങ്ങുന്ന സന്ദർഭത്തിൽ ആ ഡ്രൈവർ ചെയ്ത ഒരു പ്രവർത്തനം വളരെ ഗൗരവത്തോടു കൂടി രേഖപ്പെടുത്തി വെച്ചത് നമുക്കൊക്കെ മാതൃകയാണ്. ആ ഡ്രൈവർ തന്റെ ക്ലീനറുടെ കൈ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് ഉസ്താദ് ഇറങ്ങുന്നതിന്റെ മുമ്പ് ഉസ്താദ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കൈ പിടിച്ചിട്ട് ഈ ഡ്രൈവറുടെ കൈ, ക്ലീനറുടെ കൈ ഡ്രൈവർ പിടിച്ചിട്ട് ഉസ്താദിന്റെ കൈയിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഈ ഡ്രൈവർ തന്റെ വളരെ വിനയത്തോടുകൂടി ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, ഈ ക്ലീനർ എന്റെ ക്ലീനറാണ്, അവൻ പലപ്പോഴും കള്ള് കുടിക്കും, അവൻ മദ്യപിക്കും, ഞാൻ അവനോട് ഒരിക്കലും പറഞ്ഞിട്ട് അവൻ ഇതുവരെ മാറ്റുന്നില്ല. അതുകൊണ്ട് ഇവനെ കൊണ്ട് കള്ള് കുടിക്കരുത് എന്ന് ഉസ്താദ് ഒന്ന് സത്യം ചെയ്യിപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഇവൻ കള്ള് കുടിക്കില്ല എന്ന് അങ്ങയുടെ കൈ പിടിച്ചുകൊണ്ട് സത്യം ചെയ്താൽ ഇനി അവൻ മദ്യപിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് ഹൈദ്രോസ് ഉസ്താദിനോട് ഈ ഡ്രൈവർ പറയുകയും ഈ ക്ലീനറെ കൊണ്ട് അവിടെ വെച്ച് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഉസ്താദിനെ വാഹനത്തിൽ നിന്നും ഇറക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, RSSന്റെ പ്രവർത്തകനായ, രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ പ്രവർത്തകനായ ഒരു ഡ്രൈവർക്ക് ഒരല്പസമയം CH ഹൈദ്രോസ് ഉസ്താദുമായി ബന്ധപ്പെട്ടപ്പോ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇവൻ സത്യം ചെയ്താൽ ഇനി അവൻ ആ സത്യം ലംഘിക്കില്ല എന്ന ബോധമുണ്ടായത്? ഒരു വർഗീയ വൈരമോ ഒരു വിദ്വേഷമോ ആ താടിയും തലപ്പാവ് കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ ഉദിച്ചില്ല, മറിച്ചോ ആ മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചത് അവൻ രാഷ്ട്രീയ സ്വയം സേവക സംഘിന്റെ പ്രവർത്തകനാണെങ്കിൽ പോലും ഇദ്ദേഹം സത്യം ചെയ്യിക്കാൻ പോലും വിശ്വസ്തത പ്രകടമാക്കാൻ പോലും പറ്റുന്ന ഒരു ഉത്തമനായ മനുഷ്യനാണ് എന്ന ഒരു രീതിശാസ്ത്രം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ ആ വ്യക്തിക്ക് ഒരല്പസമയം കൊണ്ട് ലഭ്യമായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ ഡ്രൈവർ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ ബഹുമാനപ്പെട്ടവരുടെ ശിക്ഷണത്തിലോ അദ്ദേഹത്തിന്റെ സാമീപ്യത്തിലോ ജീവിച്ചിരുന്നുവെങ്കിൽ അവൻ സ്വാഭാവികമായും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശാദ്വല തീരം തേടുമെന്ന കാര്യത്തിൽ, ദഅവത്ത് അവന്റെ മനസ്സിനേശുമെന്ന കാര്യത്തിൽ എന്താ തർക്കമുള്ളത്? ആ രീതിയിലുള്ള വിശ്വാസദാർഢ്യത, ആ രീതിയിലുള്ള പ്രവർത്തനക്ഷമത പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ചൈതന്യധന്യമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് നേതൃത്വം കൊടുത്ത മഹത്തുക്കളല്ലേ ഈ ഉമ്മത്തിന് മാതൃക കാണിക്കത്തക്ക വിധമുള്ള ഇത്ര മനോഹരമായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തത്? അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സ്ഥാപനം എവിടെ എത്തി? ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ സൂചിപ്പിച്ച കാര്യമാണെങ്കിലും ആവർത്തിച്ചു തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഈ സ്ഥാപനത്തിന്റെ അഭ്യുതകാംക്ഷികളായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും. ഞാൻ നേരത്തെയും ഈ സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച്, ഈ സ്ഥാപനത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഭാസമ്പന്നനായ വിദ്യാർത്ഥികൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്കും നമ്മുടെ ഈ കൊച്ചു കേരളക്കരക്കും അഭിമാനകരമായി രാജ്യത്തിന്റെ നാനാവശങ്ങളിലും ദഅ്വാ പ്രവർത്തനം നടത്തുന്നതിന്റെ മഹിതമായ ഉദാഹരണങ്ങൾ എടുത്തു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ രാജ്യത്തെ കേരളത്തെക്കാളേറെ ദഅ്വത്ത് വളരെ അനിവാര്യമായ ഒരു മേഖല നമ്മുടെ രാജ്യത്തിന്റെ ഉത്തരമേഖലകളാണ്. ഉത്തരേന്ത്യയിൽ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ഇവിടെ നിന്ന് തന്നെ കർണാടകയിലും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ പോയി നോക്കിയാൽ, തമിഴ്നാട്ടിലേക്കൊന്ന് കടന്നു നോക്കിയാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും
കേരളീയ മുസ്ലിം ഉമ്മത്തിലുള്ളതുപോലുള്ള മതബോധം അവർക്കില്ല. കേരളത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ പൂർവ്വഗാമികളായ പണ്ഡിത മഹത്തുക്കൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും സുന്നി മഹല്ല് ഫെഡറേഷന്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി ഈ കേരളക്കര മാതൃകാപരമായ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മേഖലകളിൽ ആ മാറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മലയാളികളായ മുസ്ലിമീങ്ങൾ ഗൾഫിൽ എവിടെയെങ്കിലും ചെന്നാൽ അവരിലും ആ വ്യക്തമായൊരു പരിവർത്തനവും, ഒരു മദ്രസ ഉണ്ടാക്കണം, കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കണം എന്ന ഒരു ഉത്തമ ചിന്താഗതി അവർക്കൊക്കെ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മറ്റു പ്രദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ നോക്ക് നിങ്ങൾ. ഈ കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ കേരളത്തിൽ നിന്നുമുള്ള ഈ കുട്ടികൾ നടത്തുന്ന ദഅ്വാ പ്രവർത്തനം ദാറുൽ ഹുദയുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ മഹാനായ ബാപ്പുട്ടി ഹാജി അടക്കമുള്ള നേതാക്കളുടെ സ്വപ്നമായിരുന്നു. ദാറുൽ ഹുദ കേരളത്തിന് മാത്രമല്ല എന്നവർ പറയുമായിരുന്നു. അപ്പോൾ അവരുടെ ഒക്കെ ഒരു ദീർഘദൃഷ്ടി നോക്ക് നിങ്ങൾ. നമ്മളിപ്പോഴും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ സാധാരണക്കാർക്ക് പോലും ഇപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ മറ്റു മേഖലകളിലേക്ക് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദഅ്വാ പ്രവർത്തനം എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ചോ മഹാനായ ബാപ്പുട്ടി ഹാജിയെ പോലൊരു സാധാരണക്കാരനായ മനുഷ്യൻ അദ്ദേഹം അതിനുവേണ്ടി ചിന്തിക്കുകയും ഇവിടെ നിന്നും നേരത്തെ തന്നെ ഓഫ് ക്യാമ്പസുകൾ ആരംഭിക്കുന്നതിന്റെ മുമ്പ് കുട്ടികളെ ദഅവത്തിന് വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും ചെലവെടുത്തുകൊണ്ട് പറഞ്ഞയക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് പല സ്ഥാപനങ്ങളുമുണ്ട്. ആ സ്ഥാപനങ്ങളിൽ 10 കുട്ടികളും 100 റിസീവറുമാരുമായി സ്ഥാപനം നടത്തുന്ന ആളുകളുണ്ട്. ചൂഷണം നടത്തിക്കൊണ്ട് പണം പിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദാറുൽ ഹുദ അവിടെ വ്യതിരിക്തമായി നിൽക്കുന്നത് ഇവിടെ നിന്നും ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന, മധ്യ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു കുട്ടികളും അവിടെ ചെന്ന് സ്ഥാപനത്തിന്റെ പേരിൽ പിരിവെടുക്കാനല്ല മുന്നോട്ട് വന്നത്. അവിടെ യാത്രാ ചെലവ് പോലും അത്തരം ആളുകളുടെ കയ്യിൽ നിന്നും ആവശ്യപ്പെടാതെ ഈ സ്ഥാപനം തന്നെ അതിന് വക കണ്ടെത്തി ഇവിടുന്ന് തന്നെ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ദഅവത്ത് എന്ന പവിത്രമായ വശം മാത്രം മുൻനിർത്തിക്കൊണ്ട് അത് സാമ്പത്തിക ചൂഷണത്തിന്റെ മേഖലയാക്കി മാറ്റാനോ വരുമാന വർധനവിന്റെ മേഖലയാക്കി മാറ്റാനോ ശ്രമിക്കുന്നതിന് പകരം ഈ സേവനം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ലേ ഈ കുട്ടികൾ മുഴുവൻ ഈ പ്രവർത്തനം ചെയ്തത്? പരിശോധിച്ചു നോക്കിയാൽ അത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ അത്യപൂർവമായി മാത്രമേ കാണാൻ കഴിയൂ. പുറത്തേക്ക് ദഅവത്തിന് ആളുകളെ അയക്കുന്ന സ്ഥാപനങ്ങളേ ഇല്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പിരിവിന് വേണ്ടി ആളുകളെ സമീപിച്ചുകൊണ്ട് എന്ന് പറയുക എന്നതൊഴിച്ചാൽ ദഅവത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് അത്തരം പ്രവർത്തനം ഇഖ്ലാസോടെ നിർവഹിക്കുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് മറ്റെവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിൽ 6 ഏക്കർ സ്ഥലത്തുള്ള മൻഹജുൽ ഹുദ എന്ന് പറയുന്ന ഇസ്ലാമിക് കോളേജ് വളരെ മനോഹരമായി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ദീനിന്റെ ദിശാബോധം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഏതാനും നിമിഷങ്ങൾക്കും അവിടെ ഈ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന യുവ പണ്ഡിതന്മാരുമായി സംസാരിച്ചു. അവരവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ, അവിടുത്തെ ജനസമൂഹത്തിന്റെ ജീവിത രീതി എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പോലും അവർക്ക് അറിയില്ല. റസൂലുള്ളാഹിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഹുസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർക്കറിയാം. ആ ഹുസൂർ എന്ന് പറയുക എന്നല്ലാതെ പേര് പോലും അവർക്കറിയില്ല. അതിൽപ്പെട്ട ഒരു ഹുദവി ഒരു സ്ഥലത്ത് പോയി ക്ലാസ് എടുത്ത് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് സ്ത്രീകൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുത്തത് എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ പ്രദേശം, ഇത് മാത്രം പറഞ്ഞു പഠിപ്പിക്കാൻ സമയമെടുത്തുകൊണ്ടൊരു ക്ലാസ് അവർക്കറിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കുറിച്ച് ഈ പ്രാഥമിക വിവരം പോലുമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളായി ഇസ്ലാമിക വേഷം പോലും പൂർണ്ണമായി ഇല്ലാതെ, ആണുങ്ങൾക്ക് ഇസ്ലാമിക വേഷമുണ്ടെങ്കിൽ പോലും താണിയും തലപ്പവും ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ എവിടെ ജനിച്ചുവെന്നോ തിരുദൂതൻ എവിടെ വഫാത്തായി എന്നോ അറിയാത്ത ഒരു സമൂഹം, വിശുദ്ധ ഖുർആൻ പോലും മാന്യമായി ഓതാൻ കഴിയാത്തൊരു സമൂഹം, അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കൊച്ചു പുസ്തകം വെച്ചുകൊണ്ട് അവർ അറബി അക്ഷരങ്ങളും അതോടൊപ്പം തന്നെ അവർ അല്പം ഖിറാഅത്തിന്റെ നിയമങ്ങളും പഠിക്കും. ഫിഖ്ഹിന്റെ നിയമങ്ങളൊന്നും പഠിക്കുന്നില്ല, കർമ്മശാസ്ത്രമൊന്നും പഠിക്കുന്നില്ല. കർമ്മശാസ്ത്രം തീരെ പഠിക്കാതെ, എങ്ങനെ നമസ്കരിക്കണമെന്നറിയാതെ, എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്ത ജനസമൂഹം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ ദാറുൽ ഹുദയുടെ ആ ഓഫ് ക്യാമ്പസിൽ നിൽക്കുന്നതിന്റെ ചുറ്റുവട്ടത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മണ്ഡലങ്ങളാ ഉള്ളത്. 40% പരം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള 3-4 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങളിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലും ഐക്യമില്ല. അവിടെ കേട്ട ഏറ്റവും വലിയ, നമ്മൾ മുമ്പേ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരന്തപൂരിതമായൊരവസ്ഥ, അവിടുത്തെ പണ്ഡിതന്മാരും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും തമ്മിൽ ഒരു ബന്ധവുമില്ല. രാഷ്ട്രീയ നേതാക്കൾ വേറിട്ട് പോകുന്നു, പണ്ഡിതന്മാർ വേറിട്ട് പോകുന്നു. നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക ദഅവത്തിന്റെ ചാലകശക്തി എന്താണ്? ഉമറാക്കളും ഉലമാക്കളും സാധാരണക്കാരും 3 കൂട്ടരും കൈകോർത്ത് പിടിച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചില്ലേ, മൻ ഇൻദഹു ഇൽമുൻ ഫല്യതസദ്ദഖ് ബിഇൽമിഹി വമൻ ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ് ബിമാലിഹി വമൻ ഇൻദഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ് ബിഖുവ്വതിഹി. ഈ 3 കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന ഒരു പാരമ്പര്യം, അതാണ് നമ്മുടെ കേരളത്തിന്റെ വിജയം.
പണ്ഡിതന്മാർ അവരുടെ ഇൽമ്, സാധാരണക്കാരൻ അവന്റെ കഴിവ്, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഉമറാക്കൾ അവരുടെ കെൽപ്പും പണവും, ഇത് മൂന്നും ഒരുമിച്ച് കൂടുമ്പോ ഉലമാവും ഉമറാവും സാധാരണക്കാരും കൈക്കോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോ മനോഹരമായ ഒരു ഇസ്ലാമിക ചാലക ശക്തിയായി ഇത് മുന്നോട്ട് പോകും. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യക്ക് പരിചയമില്ല. ആ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലെ ഓഫ് ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ, ചിറ്റൂരിലെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ചിറ്റൂർ ജില്ലയിലെ സ്ഥാപനം, പുങ്കനൂരിലെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർ വളരെ വ്യക്തമായി പറയുന്നു, അവിടെ അങ്ങനെ ഒരു ബന്ധം പണ്ഡിതന്മാരും അവിടുത്തെ ഉമറാക്കളും തമ്മിലില്ല. അവർ വേറിട്ട് തന്നെ ചിന്തിക്കുന്നു. മാത്രമല്ല, ഒരു മയ്യത്ത് സംസ്കരണത്തിന്റെ പ്രാഥമിക വിദ്യ പോലും ശരിക്കറിയാത്ത ആളുകൾ, ഇസ്ലാമിക ആചാരത്തെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾ, പള്ളികൾ, ആ പള്ളികളിൽ അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും ജുമഅക്ക് വരികയാണെങ്കിൽ പള്ളിയിൽ സ്ഥലം മതിയാകില്ല. പക്ഷേ മുഴുവൻ ആളുകളും പള്ളിയിൽ ജുമഅക്ക് വരുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഈ പണ്ഡിതന്മാർ, നല്ല താടിയും അതുപോലെ തന്നെ ശിരസ് മറച്ച ഈ പണ്ഡിതന്മാർ പോലും ഒരാവശ്യത്തിന് വേണ്ടി അവിടെ വിശുദ്ധ റമദാനിൽ ഇറങ്ങിച്ചെന്നാൽ നോമ്പ് നോറ്റിട്ടുണ്ടോ, വെള്ളം വേണമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ, വിശുദ്ധ റമദാനിൽ അവർ നോമ്പുകാരാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും എങ്കിലും ഒരു വലിയ പരിവർത്തനത്തിന് വിധേയമാക്കി അവരെ കൊണ്ട് കൃത്യമായി നോമ്പെടുപ്പിക്കുവാനും അവരെ കൊണ്ട് കൃത്യമായി നമസ്കരിപ്പിക്കുവാനും അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അവരിൽ ഒരു അവബോധമുണ്ടാക്കുവാനും ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആ കുട്ടികളുടെ ഉമ്മമാരിലൂടെ ആ കുട്ടികളുടെ ഉപ്പമാരിലൂടെ ഒരു ദഅവത്തിന്റെ മേഖല തുറക്കാനെങ്കിലും കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഒരു ഭാഗമല്ലേ നമ്മൾ പൂർത്തീകരിക്കുന്നത്? ആ ഒരു പ്രവർത്തനത്തിന് നമ്മുടെ സഹായം ചെറുതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഗുണഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലേ? 32ഓളം മദ്രസകൾ, 800-ൽ പരം വിദ്യാർത്ഥികൾ, ആ പ്രദേശത്തെ 32 മദ്രസകൾ. നിങ്ങൾ ഓർക്കണം, നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ 9300-ൽ പരം മദ്രസകൾ മനോഹരമായി നടത്തുമ്പോ ദാറുഹുദ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും പഠിച്ചു പുറത്തുപോയ 7 മുഅല്ലിങ്ങളും 2 കോർഡിനേറ്റർമാരും 7 അധ്യാപകരും 2 കോർഡിനേറ്റർമാരും ആന്ധ്രാപ്രദേശിൽ വളരെ മനോഹരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 800ഓളം കുട്ടികളെ വെച്ച് മദ്രസ നടത്തുവാനും അതുപോലെ തന്നെ 150 കുട്ടികളെ പ്രത്യേകം എടുത്തുകൊണ്ട് പ്രത്യേക സിലബസ് വെച്ചുകൊണ്ട് അവിടെ പഠിപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 150 കുട്ടികളെങ്കിലും ഒരു തലമുറയായി വരുമ്പോ അവരെ കൊണ്ടെങ്കിലും ആ സമൂഹത്തിൽ ചെറിയൊരു മാറ്റം വരുത്താൻ കഴിയില്ലേ? ഒരു നേതൃബോധം അത് ആ സമൂഹത്തിലെ കുട്ടികൾക്കുണ്ടാക്കി കൊടുത്താൽ തന്നെ 1ഓ 2ഓ തലമുറ കഴിയുമ്പോഴേക്കും ആ സമൂഹത്തിന്റെ പരിവർത്തനത്തിന്റെ ചിത്രം ശരിക്കും ആസ്വദിക്കാൻ അവർക്ക് കഴിയും. ഞാൻ മനസ്സിലാക്കുന്നു, ഈ പാരമ്പര്യം ആ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് അല്പം മുന്നോട്ട് പോയാൽ കേരള സംസ്ഥാനത്തെ പോലെ തന്നെ ആ സംസ്ഥാനത്തെ മാറ്റിക്കൊണ്ടുവരുവാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ മഹല്ല് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ വന്ന ആളുകൾ അത് പഠിച്ചു, ചർച്ചയിൽ പങ്കെടുത്തു. അവർക്ക് അങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ചൊരു ബോധനം കൊടുക്കാനെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരവസരം തന്നില്ല കൂട്ടരെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അതൊരു ചെറിയ കാര്യമല്ല. നമ്മൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ മാത്രം കണ്ടാൽ പോരല്ലോ, ഇന്ത്യ എന്ന വിശാല വിസ്തൃതമായ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുടെ വേദന കാണണ്ടേ? മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു സംഘവും കടൽ കടന്നുകൊണ്ട്, അതല്ലെങ്കിൽ അന്നത്തെ പ്രബോധകന്മാർ ആരാണെങ്കിലും ശരി, ആ പ്രബോധകന്മാർ കടൽ കടന്നുകൊണ്ട് ഇവിടെ പൈക്കപ്പലേറി വന്നു. ദീനിന്റെ ദഅവത്ത് ഇവിടെ അവർ മനോഹരമായി നിർവഹിച്ചു. എന്നതുപോലെ വെസ്റ്റ് ബംഗാളിൽ 20 ഏക്കർ സ്ഥലത്ത് മനോഹരമായി 100 കുട്ടികളെ വെച്ചൊരു സ്ഥാപനം നടത്തുന്നു ഓഫ് ക്യാമ്പസ്. 27 മദ്രസകൾ, 1000ഓളം കുട്ടികൾ, 27 മദ്രസകൾ അവിടെ സംവിധാനിക്കാൻ കഴിഞ്ഞു വന്നാൽ ചെറിയ കാര്യമാണോ? 4 യുവ പണ്ഡിതന്മാരുടെ സേവനം, 2 കോർഡിനേറ്റർമാരുടെ സേവനം, 4ഉം 2ഉം 6 പേർ ഇവിടെ നിന്ന് തന്നെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പണം കണ്ടെത്തിക്കൊണ്ട് വളരെ മനോഹരമായി ഇവിടെ ദഅവത്തിന്റെ മേഖല തുറന്നു കൊടുക്കുന്ന അവസ്ഥ. അവിടെ പഠിക്കാൻ കുട്ടികൾ താല്പര്യത്തോടെ വരുന്നു. ആസാമിലിത മനോഹരമായിട്ട് ക്യാമ്പസ് തുറക്കാൻ പോകുന്നു. അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായിരിക്കുന്നു. സത്യത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഏജൻസി, ഏഷ്യയിൽ തന്നെ തുല്യതയില്ലാത്ത ഈ വിദ്യാഭ്യാസ ഏജൻസി നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ എന്തു ചെയ്തുവോ ആ കൊച്ചു കേരളക്കരയിൽ ചെയ്ത പ്രവർത്തനത്തെ മനോഹരമായി ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു മേഖലയിലേക്ക് പറിച്ചു നടുന്നതിന് വേണ്ടി, ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായ പ്രവർത്തനമാണല്ലോ ദാറുഹുദ നടത്തുന്നത്. ഒരല്പകാലം ഈ പ്രവർത്തനം മുന്നോട്ട് പോയാൽ ഫാഷിസത്തിന്റെ ഭീഷണിയിൽ നിന്ന് പോലും ഇന്ത്യയെ രക്ഷിക്കാൻ അവർക്ക് കഴിയും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. കേരളത്തിലല്ലേ ഈ ദിശാബോധമുള്ളൂ? ഇപ്പറഞ്ഞ പുങ്കനൂർ എന്ന പ്രദേശത്ത്, അതുപോലെ വെസ്റ്റ് ബംഗാളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ വരും, അവർ പണം കൊടുക്കും. ആ പണം ഇറക്കുമ്പോൾ പണത്തിനനുസരിച്ചുകൊണ്ട് അവർ വോട്ട് കൊടുക്കും. സ്വന്തം സമ്മതിദാനാവകാശം ആർക്ക് വിനിയോഗിക്കണമെന്ന് ചിന്തിക്കാൻ പോയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു രാഷ്ട്രീയ ബോധം തന്നെ അങ്കുരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ ബോധം അങ്കുരിപ്പിക്കാൻ കഴിഞ്ഞത്? ഈ ഇരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി ആകുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദിനെ പോലുള്ള ആ പൂർവീകരായ മഹത്തുക്കളുടെ പാത പിന്തുടരുന്ന പ്രസ്ഥാനം, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ മഹാരഥന്മാരായ നായകന്മാർ ഈ ഉമ്മത്തിന് പകർന്നു കൊടുത്ത സംഘബോധം,
ഇസ്ലാമിക ബോധം. ആ ബോധമല്ലേ ഈ ഉമ്മത്തിന് ഈ സംഘബലമുണ്ടാക്കി കൊടുത്തത്? അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടേറ്റവും നമ്മുടെ മന്ത്രി വരുന്നുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. ആ ആഭ്യന്തര മന്ത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിൽ ഏതൊക്കെയോ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ ക്യാമ്പസിൽ വരികയും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം സന്തോഷം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളോട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് സംഘാടക സുഹൃത്തുക്കൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഏതായാലും ഈ പ്രവർത്തനത്തിന്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ ചുമതലപ്പെടുത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കൈക്ക് ഒരു മനുഷ്യനെ നേർവഴിക്ക് കൊണ്ടുവന്നാൽ ഖൈറുൽ ലക മിമ്മാ ത്വലഅത് അലൈഹി ശംസു വ ഉർബത്, സൂര്യാസ്തമയം സംഭവിക്കുന്ന, സൂര്യോദയം അസ്തമയം സംഭവിക്കുന്ന ഏതൊരു പ്രദേശത്തെ എന്തൊരു കാര്യത്തിൽ നിനക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമോ, നീ നേടിയെടുക്കുന്നത് ഈ ഭൂമുഖത്തുള്ള എത്ര വലിയ നേട്ടമാണോ ആ നേട്ടത്തെക്കാളേറെ ഖൈറുൽ ലക്, നിനക്കത് ഉത്തമമാണെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സത്യവും ദൗത്യവുമല്ലേ നമ്മൾ ഏറ്റെടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആ ദൗത്യമല്ലേ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഏറ്റെടുത്തത്? മാത്രമല്ല നമ്മൾ ഓർക്കണം, ഈ ദഅവത്ത് നമ്മുടെ കടമയല്ലേ? ഉത്തരേന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ? ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ? നമുക്ക് അല്ലാഹു ദീൻ പഠിക്കാൻ അവസരം തന്നു, നമുക്ക് അല്ലാഹു പണം തന്നു, സൗകര്യം തന്നു. എത്രയോ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ള ആളുകൾ ഇവിടെയുണ്ട്. ബിസിനസ് ആവശ്യാർത്ഥം തന്നെ ഇന്ത്യയുടെ പല മേഖലകളിൽ സഞ്ചരിക്കുന്ന ആളുകളില്ലേ? ഗൾഫ് മേഖലയിൽ സഞ്ചരിക്കുന്ന ആളുകളില്ലേ? ആ ആളുകൾക്കൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പോലും ശരിക്കും ഉച്ചരിക്കാൻ കഴിയാത്തവരായി മരിച്ചു പോകുമ്പോൾ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തെ ഷഹാദ ഉച്ചരിക്കാൻ കഴിയാതെ പോകുമ്പോൾ, നമസ്കാരാദി കർമ്മങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധ്യതയില്ലാതെ പോകുമ്പോൾ അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ? ആ ബാധ്യത നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ പടച്ചറപ്പ് നമ്മളോട് ചോദിക്കില്ലേ? നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കിനി ബാക്കിയില്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമിക ബോധമില്ലാതെ വളർന്നു വരുന്ന എത്രയോ ആളുകളുണ്ട്. ആ ആളുകൾ അവർ ചെയ്യുന്ന പ്രവർത്തനം കണ്ടില്ലെന്ന് നടിച്ചാൽ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതെ പോയാൽ, നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ സമാധാനം പറയാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, മാ മനഅക, നിനക്കെന്തായിരുന്നു തടസ്സം? ഇത് റഅയ്തൽ മുൻകറ അൻ തുൻകിറഹു, ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനം നിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ട് അത് നിനക്ക് ബോധ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് ആ പ്രവർത്തനത്തെ നീ ചെറുത്തില്ല? നമ്മുടെ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ അവസ്ഥ നോക്ക് നിങ്ങൾ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആന്ധ്രാപ്രദേശിലൊക്കെ ആ പ്രദേശത്തെ ഒരു ജില്ലയിലെ മുസ്ലിം സഹോദരങ്ങൾ 70% എന്ന് പറയുമ്പോ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം. അവരിൽ തന്നെ 70% അമ്പലത്തിൽ സ്ഥിരമായി പോകുന്ന ആളുകൾ. ഞാൻ മതസൗഹാർദ്ദത്തെ തകർക്കുന്നതിന് വേണ്ടിയല്ല പറയുന്നത്. അമ്പലത്തിൽ പോവുക എന്ന് പറയുന്നത് എന്റെ ഹിന്ദു സുഹൃത്തിന്റെ ആചാരമാണ്. ആ അമ്പലത്തിൽ അവൻ പോകും, അവൻ പൂജിക്കും, അവന്റെ മതപരമായ ആചാരമാണ്. നമുക്കതിൽ എതിർപ്പില്ല. നേരെ മറിച്ച് മുസ്ലിം സഹോദരീ സഹോദരങ്ങൾ, പർദ്ദയിട്ട സഹോദരിമാർ പള്ളികളിൽ പോകുന്നതിന് പകരം അമ്പലത്തിൽ പോകുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ആ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അമ്പലത്തിലെ പൂജാരിക്ക് പണം കൊടുത്തുകൊണ്ട് അവർ പൂജിക്കുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞുവത്രേ, അവിടെയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ പിന്തിരിപ്പിക്കുന്നില്ല? അപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, 100% ആളുകൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ അല്പമെങ്കിലും പ്രവർത്തിച്ചിട്ടാണ് അത് 70%. അപ്പോൾ ഒരു 30% മാറ്റാൻ നമുക്ക് കഴിഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ എവിടെയെങ്കിലും പരസ്യമായ ഒരാളെങ്ങനെ അമ്പലത്തിൽ പോയി ഒരു പൂജ നടത്തിയാൽ അത് അത്ഭുതകരമായ സംഭവമല്ലേ? നിങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? നേരെ മറിച്ച് 70% വരുന്ന മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, പർദ്ദ പോലും ധരിച്ചുകൊണ്ട് അമ്പലങ്ങളിൽ കയറി ഇറങ്ങുന്നു, പൂജ നടത്തുന്നു, അതിന് പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? ആ തെറ്റിൽ നിന്നും അവർക്ക് ബോധനം കൊടുക്കേണ്ട കടമ നമുക്കില്ലേ? ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിർവഹിക്കും? അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുന്ന എന്താണ്? പരിശുദ്ധ പ്രവാചകർ ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്ന ഒരു പ്രത്യേകം ആളുകൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് പടച്ചറപ്പ് നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു പിടിച്ച് ശിക്ഷിക്കുകയില്ല. നേരെ മറിച്ച് നമുക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടും. കുറച്ചാളുകൾ തിന്മ ചെയ്യുമ്പോൾ ഈ സമൂഹം ഒരു പ്രവൃത്തി ദുർനടപടി ചെയ്യുന്ന ആളുകളെ തടുക്കാൻ കെൽപ്പുള്ളവരായിരിക്കെ അതിനെ തടുക്കാതിരിക്കുമ്പോൾ ഈ തിന്മ തടുക്കാൻ കെൽപ്പുള്ള ഒരു സമൂഹമായി നമ്മൾ നിൽക്കുന്നു. അങ്ങനെ ഈ ഖാസത്ത് ചെയ്യുന്ന പ്രവർത്തനം അതിനെ തടുക്കാൻ അവർക്ക് കഴിയും, പക്ഷെ അവർ ചെയ്യുന്നില്ല. അങ്ങനെ വന്നാൽ ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സാധാരണക്കാരെയും എല്ലാവരെയും നശിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കും. പടച്ചറബ് അവരെയും നശിപ്പിക്കുമെന്നല്ലേ ഹദീസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ദാറുഹുദയ വിദ്യാഭ്യാസ സമുച്ചയത്തിന് വേണ്ടി, യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഈ വേദിയിലുണ്ടായിരുന്നു. മന്ത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ സമയം വൈകിയപ്പോൾ അദ്ദേഹം പോയതാണ്. മറ്റു മന്ത്രിമാരും ബന്ധപ്പെട്ടവരും നേതാക്കളും ഒക്കെ നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. എല്ലാവരും ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സമ്മേളനം ഭംഗിയാക്കുന്നതിന് വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രതിസന്ധി വേളയിൽ ആഭ്യന്തര വകുപ്പ് കൈയാളിക്കൊണ്ട് വളരെ മനോഹരമായ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല നമ്മുടെ ഈ സ്ഥാപനത്തിലെ അതിഥിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ആഭ്യന്തര രംഗം, നമ്മുടെ ക്രമസമാധാന രംഗം ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ എല്ലാ ശേഷിയും ക്ഷേമുഷിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ മനോഹരമായ മാതൃക കാണിച്ച വലിയ ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ നിന്നും ഉറുദു മീഡിയമായി കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് മനോഹരമായി ആ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സെന്റർ ഇവിടെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാം ആൻഡ് കോണ്ടംപററി സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള നിർധനരായ അതുപോലെ തന്നെ വിദ്യാഭ്യാസ തൽപരരായ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് മനോഹരമായി വിദ്യാഭ്യാസം നൽകി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയതയും കാത്തുസൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു തലമുറയാക്കി അവിടെ വാർത്തെടുക്കാൻ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും മന്ത്രിക്ക് പോലും അറിയാമായിരിക്കാം, അവിടെ വർഗീയതയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഈ പരസ്പര ബന്ധങ്ങളില്ലാത്തതുകൊണ്ടാണ്, ഈ സാമുദായിക സൗഹൃദമില്ലാത്തതുകൊണ്ടാണ്. മുസ്ലിം ഗ്രാമങ്ങൾ, ഹിന്ദു ഗ്രാമങ്ങൾ എന്ന രീതിയിൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളായി നോർത്ത് ഇന്ത്യയിലെ അവസ്ഥയൊക്കെ AICCയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാവുന്നതാണ്. ആ ഒരു അവസ്ഥയിൽ പരസ്പര ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു ജനസമൂഹം, പരസ്പരം അറിയാതെ ജീവിക്കുന്ന ഒരു ജനസമൂഹം വർഗീയതയുടെ വൈരത്തിന് അടിപ്പെടുകയാണ്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിൽ ശാന്തി ഉണ്ടാകാനുള്ള ഏക മാർഗം ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് അവബോധം നൽകുക. ഇപ്പൊ കേരളത്തിൽ തന്നെ മന്ത്രിക്കറിയാം, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ മതവിദ്യാർത്ഥികൾ കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങളുള്ളത് കേരളത്തിലാണ്. എന്നിട്ടും ഇവിടെ സൗഹൃദം നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയിൽ നമ്മൾ വളരെ മനോഹരമായി മതേതരത്വവും മതസൗഹൃദവുമാണ് പഠിപ്പിക്കുന്ന. ഇസ്ലാം സമാധാനമാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതിയിൽ ഒരു ക്ലാസ്സിലെ പാഠം തന്നെ ഹുബ്ബുൽ വത്തൻ, സ്വരാജ്യ സ്നേഹം എന്നൊരു പാഠമാണ്. അതുകൂടി മന്ത്രിയുടെ അറിവിലേക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്വരാജ്യ സ്നേഹം എന്നൊരു പാഠഭാഗം പോലും കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെറുപ്പത്തിലെ കുട്ടികളെ മതവിദ്യാഭ്യാസ തൽപരരാക്കി മാറ്റുന്നതോടൊപ്പം ദേശീയതയിൽ അവരെ ലയിപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി അഥവാ ഇസ്ലാമിക് പ്രൊപ്പഗേഷന് വേണ്ടി പോകുന്ന കുട്ടികൾ, ആ പ്രദേശത്തെ ആളുകൾക്കൊക്കെ ശരിക്കും ഇസ്ലാം എന്തെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെയുള്ള വർഗീയ ചിന്തയിൽ നിന്നും അവരെ വിപാടനം ചെയ്തുകൊണ്ട് ഒരു സൗഹൃദ ചിന്തയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുകയാണ്. വിദേശ യൂണിവേഴ്സിറ്റികളുമായി അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ കുട്ടികൾ ലോകത്തിന്റെ പല ഭാഗത്തും പല മേഖലയും BBC മുതൽ അതുപോലെ തന്നെ അൽ ജസീറ ചാനൽ മുതൽ നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വരെ ഈ സ്ഥാപനത്തിലെ കുട്ടികൾ ഉദ്യോഗസ്ഥന്മാരായി ജോലി ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്. പല യൂണിവേഴ്സിറ്റികൾ റിസർച്ച് നടത്തുന്ന കുട്ടികളുണ്ട്. ഇവിടെ ഇപ്പൊ ബിരുദം നേടിയ കുട്ടികൾ തന്നെ ഉന്നതമായ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മന്ത്രിക്ക് ഏറെ തിരക്കുണ്ടാകുമെന്നതുകൊണ്ട് ഞാൻ ദുർഘിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ പ്രസംഗങ്ങളുടെ അർദ്ധോക്തിയിൽ അവസാനിപ്പിക്കുകയാണ്. ദഅ്വാ പ്രവർത്തനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ സാർത്ഥകമാക്കുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തനം നടത്താൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി മന്ത്രിയുടെ സമയത്തിന്റെ വില കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശം ശ്രവിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.